കാൽവരി മൗണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. ചെറുതോണി കട്ടപ്പന റൂട്ടിലാണ് കാമാക്ഷി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് ഉള്ളത്. കാൽവരി മൗണ്ട് ജംഗ്ഷനിൽ നിന്നും ഒരു 2-3 മിനിറ്റ് കാറിൽ സഞ്ചരിച്ചാൽ കാൽവരി മൗണ്ടിലെത്താം. വഴി കുറച്ച് മോശമാണ് എന്നതൊഴിച്ചാൽ മനോഹരമായ കാഴ്ചകളാണ് വ്യൂ പോയിന്റിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 2700 അടി ഉയരത്തിലാണ് ഈ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇടുക്കി ഡാം, റിസർവോയർ, വനങ്ങൾ, മഞ്ഞിറങ്ങിയ പുൽമേട് ഒക്കെ കാണാൻ സാധിക്കും. കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് കാൽവരി മൗണ്ട് എക്കോ ടൂറിസം സെന്റർ പ്രവർത്തിക്കുന്നത്. അവിടെ താമസിച്ച വ്യൂ പോയിന്റിന്റെ ഭംഗി ആസ്വദിക്കാനായി അവിടെ ധാരാളം സ്വകാര്യ റിസോർട്ടുകളും ഉണ്ട്. അതുപോലെ അവിടെ ഒരു ക്യാൻറ്റീൻ പ്രവർത്തിക്കുന്നുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ വലതുഭാഗത്തായി എല്ലാത്തരം വാഹനങ്ങളും പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് നടന്നു. വ്യൂ പോയിന്റിലേക്ക് കുറച്ച് നടക്കാനുള്ള ദൂരമുണ്ട്. ഞങ്ങൾ വരുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. കാൽവരി മൗണ്ടിലെത്തിയപ്പോൾ മഴ നിന്നു. പക്ഷേ നല്ല മഞ്ഞിറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും നല്ല വ്യക്തമല്ലായിരുന്നു. എങ്കിലും അവിടെ വരെ എത്തിയത് കൊണ്ട് നമ്മൾ വ്യൂ പോയിന്റ് കണ്ട് മടങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് നടന്നു. എല്ലാവർക്കും വലിയ സന്തോഷം. മമ്മി ആദ്യമായാണ് കാൽവരി മൗണ്ടിൽ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇതിനു മുൻപ് പോയിട്ടുണ്ട്. അന്ന് നല്ല വെയിലുള്ള സമയത്താണ് പോയത്. നല്ല വെയിലുള്ള സമയത്ത് വരികയാണെങ്കിൽ നീല ജലാശയങ്ങൾ നല്ല ഭംഗിയിൽ കാണാനായിട്ട് സാധിക്കും. മഴ പെയ്തു കഴിഞ്ഞാൽ മഞ്ഞിറങ്ങി തുടങ്ങും. പിന്നെ മഞ്ഞു മൂടിയ കാൽവരി മൗണ്ടാവും നമുക്ക് കാണാനാവുക. വ്യൂ പോയിന്റിലേക്കുള്ള വഴികൾ ടൈലിറ്റ് മനോഹരമാക്കിയിട്ടുണ്ട്. ചുറ്റും നല്ല പൂന്തോട്ടം നിർമ്മിക്കുന്നുണ്ട്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ചെടികളൊക്കെ പല പല ഡിസൈനുകളിൽ വെട്ടിയൊതുക്കി നിർത്തിയിട്ടുണ്ട്. മുളങ്കൂട്ടം കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ വ്യൂ പോയിന്റായി. അവിടെ ഒരു പുഴുവിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടാൽ ഒരു ട്രെയിൻ പോകുന്നതാണെന്നേ തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വ്യൂ പോയിന്റിലെത്തി. വലതുവശത്തായി കാണുന്നതാണ് വ്യൂ പോയിന്റ്. അവിടെ വരുന്നവർക്കൊക്കെ ഇതൊക്കെ സ്വർഗമാണ്. ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ അങ്ങോട്ട് നടന്നാൽ ഒരു ചെറിയ ഹട്ടുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 2 പേർ ഹട്ടിൽ കയറി വിശ്രമിക്കുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചപ്പോൾ പറയുന്നു നല്ല തണുപ്പാണ്, അതുകൊണ്ട് കയറി ഇരുന്നതാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി താഴേക്ക് ഇറങ്ങി. അപ്പോഴുണ്ട് ക്യാമറയിലെ സ്റ്റോറേജ് ഒക്കെ ഫുള്ളായിരിക്കുന്നു. പിന്നെ ഫോട്ടോസ് എല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് വേണം അടുത്ത ഫോട്ടോസ് എടുക്കാൻ. കുറച്ച് സമയം അങ്ങനെ പോയി. പിന്നെ താഴേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അവിടെ ധാരാളം ആളുകൾ റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വരാറുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഫോട്ടോ സ്പോട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. പഞ്ഞിക്കെട്ടുകൾ അടുക്കി വെച്ചതുപോലെ മലനിരകളിൽ മഞ്ഞിറങ്ങിയിരിക്കുന്നു. താഴേക്ക് കുറച്ച് നടന്നിറങ്ങിയാൽ ഉരുളൻ കല്ലുകൾക്ക് മുകളിലിരുന്ന് നമുക്ക് ആവശ്യത്തിന് വീഡിയോസും ഫോട്ടോസും പകർത്താം. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു രസം. പിന്നെ മഞ്ഞ് ആസ്വദിക്കാൻ വരുന്നവരുമുണ്ട് കേട്ടോ. മഞ്ഞ് കണ്ടിട്ടില്ലാത്തവർ, ഇടുക്കിയിൽ ജീവിച്ചവർക്ക് ഈ മഞ്ഞൊന്നും വലിയ പുത്തരിയല്ലല്ലോ. കുറച്ചു നേരം അവിടെയൊക്കെ അങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും തിരിച്ചു പോന്നു കേട്ടോ. അപ്പോഴാണ് ക്യാൻറ്റീനിൽ കയറി ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന് കരുതിയത്. നല്ല തണുപ്പൊക്കെ അല്ലേ. മഞ്ഞത്തിരുന്ന് നല്ല ചൂട് ചായ കുടിക്കുന്നത് നല്ലൊരു സുഖം തന്നെയാണ്. അപ്പോൾ ചൂട് ചായയും നല്ല ചൂട് പഴംപൊരിയും കിട്ടി കേട്ടോ. കാന്റീനിൽ തന്നെ എക്കോ ടൂറിസത്തിന്റെ ഭാഗമായി പല ഉൽപ്പന്നങ്ങളും വിൽക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാൽവരി മൗണ്ടിനോട് യാത്ര പറഞ്ഞിറങ്ങി വരുമ്പോൾ താഴ്ഭാഗത്തായി ഒരു സ്വകാര്യ റിസോർട്ടിന്റെ ഫോട്ടോ സ്പോട്ട് കണ്ടു. ഒരു കപ്പലിന്റെ മാതൃകയിലാണ് അതുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ച് വീട്ടിലേക്ക്.